നമസ്കാരം. ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ധാർമ്മികമായ ഔന്നത്യം പരിശോധിക്കണമെങ്കിൽ അല്ലെങ്കിൽ അറിയണമെങ്കിൽ ആ സമൂഹം അതിൻ്റെ കുറ്റവാളികളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് മാത്രം പരിശോധിച്ചാൽ മതി എന്നുള്ളൊരു തത്വശാസ്ത്രം 20-ാം നൂറ്റാണ്ടിൽ ഉരുവായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുൻപോട്ടുള്ള കാലത്തും വളരെയധികം ധാർമ്മികത വെച്ച് പുലർത്തിയിരുന്നൊരു സമൂഹമായിരുന്നു ഭാരതീയ സമൂഹം. പക്ഷേ കുറ്റവും ശിക്ഷയും എന്നുള്ളൊരു കാര്യത്തിൽ വളരെയധികം കൃത്യത, ഒരു സന്തുലിതാവസ്ഥ പുലർത്തിയിരുന്നു. അതിൽ കുറ്റവാളികളോടൊരു മാനുഷികമായിട്ടുള്ള പരിഗണന നൽകിയിട്ടുണ്ടോ എന്നൊന്നും ആരും അന്വേഷിച്ചിരുന്നില്ല. കുറ്റത്തിനുള്ള ശിക്ഷ മാത്രം. കാരണം അതിലൊരു ഉദാഹരണം നമ്മുടെ കണ്ണകിയുടെ കഥ മാത്രം എടുത്താൽ മതി. കഥകളിൽ നിന്നാണല്ലോ നമ്മുടെ ചരിത്രം പലപ്പോഴും ഇതിഹാസങ്ങളായി മാറുന്നത്. ഭാരത സമൂഹത്തെ സംബന്ധിച്ച് ഒരു പാണ്ഡ്യരാജാവ് കണ്ണകിയുടെ ഭർത്താവായ കോവലനെ തെറ്റിദ്ധാരണയുടെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയും അത് തെറ്റാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ഹൃദയം പൊട്ടി മരിക്കുകയും ചെയ്ത സംഭവങ്ങൾ നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും നിറഞ്ഞു കിടപ്പുണ്ട്. ഇതിപ്പോൾ പറയുവാനുള്ളൊരു കാരണം, സമീപകാലത്തായിട്ട് ഉത്തർപ്രദേശിൽ കുറ്റവാളികൾ എൻകൗണ്ടറിൽ വധിക്കപ്പെടുന്ന സംഭവങ്ങൾ നിരവധി നാം കേൾക്കാറുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് മനുഷ്യാവകാശ പ്രവർത്തകർ പലരും പറയുന്നത്, കേരളത്തിൽ തന്നെ പലരും ഈ പ്രബുദ്ധ മലയാളി എന്ന് പറയുന്ന പലപ്പോഴും ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ മറ്റ് വികസന പ്രവർത്തനങ്ങളോടും മറ്റ് നടപടികളോടും എല്ലാം യോജിക്കുന്നവർ പോലും ചിലരെങ്കിലും പറയുന്നത് ഇത് ശരിയല്ല, നിയമത്തിൻ്റെ മുമ്പിൽ എത്തിച്ചവരെ ശിക്ഷിക്കണം, അതാണ് വേണ്ടത്, അതാണ് ശരിയായ നടപടി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുറ്റവാളികളോട് വളരെ മാന്യതയോടുകൂടി പെരുമാറുന്ന ഒരു സമൂഹമുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ 20-ാം നൂറ്റാണ്ടിലെ ധാർമ്മിക ഔന്നത്യത്തിൻ്റെ അളവുകോല് വെച്ച് അളക്കപ്പെടേണ്ട ഒരു സമൂഹം അല്ലെങ്കിൽ അളക്കപ്പെടുന്ന ഒരു സമൂഹം, അത്തരത്തിലുള്ളൊരു സമൂഹത്തിൻ്റെ ഒരു പ്രവർത്തനം സാധ്യമാകണമെങ്കിൽ ആദ്യം കുറ്റവാളികളോ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള എല്ലാവരുമോ ഒരു നിയമത്തിനനുസരിച്ചോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ചോ ജീവിക്കുവാൻ തയ്യാറാകുന്നവരായിരിക്കണം. അല്ലാതെ ഞങ്ങൾ സമൂഹത്തിൻ്റെ എല്ലാ നിയമങ്ങൾക്കും പുറത്താണ് എന്ന രീതിയിൽ ഒരു അരാജകത്വം അല്ലെങ്കിൽ ഒരു അരക്ഷിതാവസ്ഥ സമൂഹത്തിലൊട്ടാകെ സൃഷ്ടിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറ്റവാളികൾ നിറഞ്ഞൊരു സമൂഹത്തിൽ പലപ്പോഴും കുറ്റവാളികളോടുള്ള മാന്യമായ ഇടപെടലുകൾ സാധ്യമാകില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് അധികാരത്തിലെത്തിയതിന് ശേഷം ഈ കുറ്റവാളികൾ നിരന്തരം പോലീസ് എൻകൗണ്ടറുകളിൽ കൊല്ലപ്പെടുകയും അതോടുകൂടി യു പിയിലെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വളരെയധികം കുറഞ്ഞ് ഇപ്പോൾ ഏതാണ്ട് യു പിയിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളും പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായ സ്ഥലങ്ങളായി മാറുകയും ചെയ്തത്. ഒപ്പം തന്നെ യു പിയിൽ ഈ സാധാരണ കുറ്റവാളികളെക്കാളധികം ഈ ജിഹാദി മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന കുറ്റവാളികളുടെ എണ്ണം വളരെ അധികമായിരുന്നു. അതിപ്പോൾ ആത്തിഖ് അഹമ്മദ് ആയാലും ശരി, അയാളുടെ അനുജനായാലും ശരി, മുക്താർ അൻസാരി ആയിരുന്നാലും ശരി, അവരെല്ലാം ഈ വികാസ് ദുബെയെ പോലെയുള്ള കുറ്റവാളികൾ മറ്റൊരു വശത്തും, ഇവരെല്ലാവരും പലപ്പോഴും ഇതിൻ്റെ ഒരു മതത്തിൻ്റെ മാനം കൈവന്നിരുന്നു. ഈ ജിഹാദികൾ ഉള്ളത് കാരണം വികാസ് ദുബെ ഹിന്ദു ഡോണാണ് എന്നുള്ള രീതിയിൽ തന്നെ പലപ്പോഴും പ്രദർശിപ്പിച്ചിരുന്നു സമൂഹത്തിൻ്റെ ഇടയിൽ. അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം തുടക്കം ഈ മുക്താർ അൻസാരി, ആത്തിഖ് അഹമ്മദ് പോലുള്ള ജിഹാദി മനസ്സുള്ള ഡോണുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും അവർ സമൂഹത്തിൽ ഇടപെട്ടിരുന്ന ക്രൂരമായ രീതികൾ കൊണ്ടുമായിരുന്നു. അതിനൊരു അവസാനമോ അല്ലെങ്കിൽ അതിനൊരു അർദ്ധവിരാമമോ ഇട്ടത് യോഗിയുടെ വരവോടു കൂടിയുള്ള ഒരു ഭരണക്രമമാണ്. ആ ഭരണക്രമത്തെ തുടർന്ന് ഈ കഴിഞ്ഞ ദിവസം സൂര്യ ചൗഹാൻ എന്നൊരു കൗമാരക്കാരന് 17 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ കൗമാരക്കാരന് 10ാം ക്ലാസ് കഴിഞ്ഞ് 11ാം ക്ലാസ്സിലേക്ക് പോകാനിരുന്ന ആ കൗമാരക്കാരനെ മുഹമ്മദ് അസദ് എന്നൊരു ജിഹാദി കുത്തിക്കൊന്നു. ആടിനെ അറക്കുന്നത് കാണുവാൻ വരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ മുഹമ്മദ് അസദ് എന്ന ജിഹാദി പോലീസ് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു. അതേ തുടർന്ന് യോഗി ആദിത്യനാഥ് ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കവേ മാതാപിതാക്കൾക്കൊരു മുന്നറിയിപ്പ് നൽകി. അതാണ് ഞാൻ ആദ്യം, ഈ മുന്നറിയിപ്പ് വളരെ കൃത്യമായൊരു മുന്നറിയിപ്പായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ സമൂഹത്തിൻ്റെ ധാർമ്മിക ഔന്നത്യത്തിൻ്റെ അളവുകോലുമായി ചേർത്ത് തന്നെ ഇതിനെ വായിക്കണം. യോഗി ആദിത്യനാഥ് മാതാപിതാക്കളോട് പറഞ്ഞത്, നിങ്ങളുടെ മക്കളെ ജിഹാദി മനസ്സോടുകൂടി വളർത്താതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറ്റവാളികളായി വളർത്തരുത്. അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് അവർ പോകുന്നുണ്ടെങ്കിൽ അവരെ തടഞ്ഞ് മര്യാദയുടെ പാതയിലേക്ക് കൊണ്ടുവരിക, അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടകയറി അവർ മരിക്കും എന്ന് പച്ചയായ ഭാഷയിൽ അദ്ദേഹം ഒരു മുന്നറിയിപ്പ് തന്നെ നൽകി. ഒരു ഭീഷണി എന്ന് വേണമെങ്കിലും അത്തരത്തിൽപ്പെട്ട ആളുകൾക്ക് കണക്കാക്കാവുന്ന ഒരു മുന്നറിയിപ്പ് അദ്ദേഹം പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് നൽകി. ഈ ഒരു മുന്നറിയിപ്പ് എന്തുകൊണ്ടാണ് പ്രസക്തമാകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരാജകത്വം നിറഞ്ഞൊരു സമൂഹത്തിനിടയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും മുന്നറിയിപ്പുകളും അവശ്യമായി വരുന്ന സാഹചര്യങ്ങളുണ്ടായി വരും.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജിഹാദി മനസ്സോടുകൂടി യു പിയിൽ പ്രവർത്തിക്കുന്ന ഡോൺമാരുടെ കാര്യം. ആ ഡോണുകളുടെ ഒരു പശ്ചാത്തലം എടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാം കുട്ടിക്കാലം മുതൽ തന്നെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് വളർന്നു വന്നവരാണ്. അതോടൊപ്പം തന്നെ ബാല്യം മുതൽ തന്നെ മതത്തിൻ്റെ ഒരു വെറുപ്പ് നിറഞ്ഞ ഒരു തത്വസംഹിത തലച്ചോറിലേക്ക് കുത്തിവയ്ക്കപ്പെട്ട് വളർന്നു വരുന്ന ആളുകളാണ്. വളർന്നു വന്നു കഴിയുമ്പോൾ ഇവരെ പാകിസ്ഥാൻ പോലുള്ള ഭീകരവാദ രാഷ്ട്രങ്ങൾ ഉപയോഗിക്കും. അതോടുകൂടി ഇവർക്ക് അതിൻ്റെ ഒരു സൗകര്യങ്ങളും സുഖങ്ങളും അങ്ങ് ശീലമായി പോവും. അതിൻ്റെ ഒരു പാതയിൽ അവർ പിന്തുടർന്ന് പോവുകയും ചെയ്യും. ആത്തിഖ് അഹമ്മദിനെ പോലെയുള്ളവർ അടിസ്ഥാനപരമായിട്ട് മതവാദം അവർക്കുണ്ടായിരുന്നെങ്കിൽ പോലും കുറ്റകൃത്യങ്ങളിൽ അഭിരമിച്ച് തങ്ങളുടേതായിട്ടുള്ള സുഖസൗകര്യങ്ങളിൽ അഭിരമിക്കുവാനുള്ള ഒരു വഴിയായിട്ട് കൂടിയാണ് ഈ ജിഹാദിസത്തെ കണ്ടിരുന്നത്. മുക്താർ അൻസാരിയെ പോലുള്ളവർ നല്ല എണ്ണം പറഞ്ഞ ഈ 916 എന്നൊക്കെ പറയുമല്ലോ, അത്തരത്തിലുള്ള ഒരു മൂല്യമുള്ള ജിഹാദിയായിരുന്നു, അല്ലെങ്കിൽ ഗുണമേന്മയുള്ള ജിഹാദി തന്നെയായിരുന്നു ഈ മുക്താർ അൻസാരിയെ പോലുള്ളവർ. ഇത്തരത്തിലുള്ള ജിഹാദികളുടെ ഒരു താഴേക്കിടയിലേക്കുള്ള അവരുടെ ഒരു സംഘമുണ്ടല്ലോ, ആ സംഘത്തിൻ്റെ ഒരു ഘടനാക്രമമുണ്ട്. ആ ഘടനാക്രമത്തിൽ ഏറ്റവും താഴെയുള്ള ജിഹാദി, അതായത് തെരുവിൽ ഇവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ജിഹാദികൾ അല്ലെങ്കിൽ ഗുണ്ടകൾ, അവർക്കും അവരുടെ ഈ ഡോണിൻ്റെ ഒരു അല്ലെങ്കിൽ നേതാവിൻ്റെ അല്ലെങ്കിൽ ആ ഭീകരവാദി ആ സംഘത്തിൻ്റെ നേതാവ് ആരാണോ, ഇപ്പോൾ ആത്തിഖ് അഹമ്മദ് ആണെങ്കിൽ അയാൾ, അല്ലെങ്കിൽ മുക്താർ അൻസാരി ആണെങ്കിൽ അയാൾ, അവരുടെ ഒരു സ്വഭാവം ഉണ്ടായി വരും. അവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുക്താർ അൻസാരിയെ പോലുള്ളവർ നിരവധി വാഹനങ്ങളുടെ ഒരു വ്യൂഹവുമായി പൊതുനിരത്തിലൂടെ സ്ഥിരമായി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമായിരുന്നു. അതിനെ കാഫില എന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ മുക്താർ അൻസാരിയുടെ വണ്ടികൾക്ക് എല്ലാത്തിനും ഒരേ നമ്പറായിരുന്നു, 786, ബിസ്മില്ല എന്ന് വിശ്വസിക്കുന്ന 786 എന്നുള്ള നമ്പറായിരുന്നു. അത്തരത്തിലൊരു പ്രദർശനപരതയോടുകൂടി തങ്ങളുടെ ഒരു ശക്തി പ്രകടനം സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവിൻ്റെ കീഴിൽ പണിയെടുക്കുന്ന ഒരു ഗുണ്ടയ്ക്കും താനും അത്തരത്തിലൊരു ശക്തി പ്രകടനം നടത്തണം. അതിന് വണ്ടികളുടെ ഒരു വ്യൂഹം, വാഹനങ്ങളുടെ ഒരു വ്യൂഹം സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവൻ ബൈക്കുകൾ കൊണ്ട് അത്തരത്തിലൊരു ഭീകരാന്തരീക്ഷം അയാളുടെ പ്രദേശത്ത്, അയാൾ താമസിക്കുന്ന പ്രദേശത്തോ അല്ലെങ്കിൽ അവന് സ്വാധീനമുള്ള ആ ഒരു പ്രദേശത്തോ സൃഷ്ടിക്കുവാൻ ശ്രമിക്കും. ഇത്തരത്തിലായിരുന്നു അവരുടെ ഒരു പ്രവർത്തന രീതി. ഈ പ്രവർത്തന രീതികളെ ഒന്നൊന്നായി ഇല്ലാതാക്കിക്കൊണ്ട് വരികയാണ് യോഗി ആദിത്യനാഥ് അധികാരത്തിലെത്തി ആദ്യത്തെ തവണ മുഖ്യമന്ത്രിയായി ഉത്തർപ്രദേശിൽ അധികാരമേറ്റതിന് പുറകെ ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേ തുടർന്ന് ഈ സംഘങ്ങളെല്ലാം ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഇല്ലാതായി. പക്ഷേ ഈ ഒരു ജിഹാദി മനസ്സുള്ള ഗുണ്ടകളിൽ പലരും അവശേഷിച്ചു. കാരണം ഏറ്റവും താഴേക്കിടയിലുള്ള ഗുണ്ടകൾ പലരും പോലീസിൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി, അല്ലെങ്കിൽ അവർ മര്യാദയ്ക്ക് ജീവിക്കുകയാണ് എന്നുള്ളൊരു കാരണം കൊണ്ട് അവരെ വെറുതെ വിട്ടു, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ പോലീസിനുണ്ടാക്കിയവർ പലരും നിശബ്ദരായി ഒതുങ്ങിക്കൂടി. ആ കൂട്ടത്തിൽ നിന്നാണ് ഈ മുഹമ്മദ് അസദിനെ പോലുള്ളവർ ഉയർന്നു വരുന്നത്. കാരണം അത്തരത്തിലുള്ള മുൻപുണ്ടായിരുന്ന ഗുണ്ടകളെ കണ്ടു വളർന്ന്, അല്ലെങ്കിൽ അവരിൽ നിന്ന് ബാലപാഠങ്ങൾ പഠിച്ച് തെരുവിലേക്ക് ഇറങ്ങുന്ന ജിഹാദികൾ, അഭിനവ ജിഹാദികൾ, അത്തരത്തിലുള്ള ഈ ഒറ്റയ്ക്കും തറ്റയ്ക്കും എന്നൊക്കെ പറയുമല്ലോ, ഇടയ്ക്കിടെ ഒരു സംഘമായിട്ടല്ലാതെ തെന്നിത്തെറിച്ചുണ്ടാകുന്ന ഇത്തരം ജിഹാദികളെ കൈകാര്യം ചെയ്യുന്ന രീതിയും യു പി പോലീസിന് കൃത്യമായി തന്നെ അറിയാമെന്നാണ് യോഗി ആദിത്യനാഥിൻ്റെ ആ ഒരു മുന്നറിയിപ്പ് നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യാവകാശ സംഘടനകൾ നിരന്തരമായി കോടതിയെ സമീപിച്ച് ബുൾഡോസർ ബാബയാകുന്നു, ബുൾഡോസർ നടപടികൾ തടക്കണം, ഇത്തരത്തിലുള്ള എൻകൗണ്ടറുകളെ ചോദ്യം ചെയ്യണം തുടങ്ങിയ നിരവധി നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ യോഗി ആദിത്യനാഥ് സർക്കാരിനുണ്ടാക്കുന്നുണ്ട്. ആ നിയമത്തിൻ്റെ പഴുതുകൾ എല്ലാ കാലത്തും മുതലെടുക്കുവാൻ സമർത്ഥരായിരുന്നു ജിഹാദികൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതാണ് ഈ ഒരു സന്തുലിതാവസ്ഥയെക്കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ആ ഒരു സന്തുലിതാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യോഗി ആദിത്യനാഥിനെ പോലുള്ളവരുടെ പ്രവർത്തികൾ കൂടുതൽ ശരിയാകുന്നത് ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള നടപടികൾ കാണുമ്പോഴാണ്. കാരണം ഈ മനുഷ്യാവകാശ പ്രവർത്തകരെന്ന് പറയുന്നത്, അവരെ സംബന്ധിച്ച് മനുഷ്യരെന്ന് പറയുന്നത് ബുർഹാൻ വാനിയെ പോലുള്ള ഭീകരവാദികളും ഈ മുഹമ്മദ് അസദിനെ പോലുള്ള കൗമാരം ഇപ്പോൾ താണ്ടിയ ജിഹാദികളും മാത്രമാണ്. മറ്റ് സൂര്യ ചൗഹാനോ അല്ലെങ്കിൽ ഈ ബുർഹാൻ വാനിയെ പോലുള്ള കശ്മീരി ഭീകരവാദികൾ കൊലപ്പെടുത്തിയ നിഷ്കളങ്കരായിട്ടുള്ള യുവാക്കളോ അല്ലെങ്കിൽ പെഹൽഗാമിൽ കൊല്ലപ്പെട്ട നിഷ്കളങ്കരോ ഒരു നിരപരാധികളോ ഒന്നും മനുഷ്യരല്ല. ജിഹാദികളുടെ കാര്യത്തിൽ മാത്രമേ അവർക്ക് മനുഷ്യാവകാശം അല്ലെങ്കിൽ അത്തരത്തിലൊരു വികാരം ഉണർന്നെഴുന്നേൽക്കുകയുള്ളൂ. യാക്കൂബ് മെമന് വേണ്ടി പാതിരാത്രി സുപ്രീം കോടതി തുറപ്പിക്കുവാൻ അവർക്കൊരു മടിയുമില്ല. അഫ്സൽ ഗുരുവിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുവാൻ അവർക്കൊരു മടിയുമില്ല. പക്ഷേ സൂര്യ ചൗഹാൻ എന്നുള്ളൊരു പേര് തന്നെ അവർ ഒരിടത്തും ഉച്ചരിക്കാതിരിക്കുവാൻ പ്രത്യേകം ആത്മാർത്ഥമായി മനഃപൂർവ്വം ശ്രദ്ധിക്കുകയും ചെയ്യും. ഇവിടെയാണ് പ്രശ്നം. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 20-ാം നൂറ്റാണ്ടിലെ ആ ഒരു തത്വശാസ്ത്രമുണ്ടല്ലോ,
ഒരു ധാർമ്മികതയുടെ അളവുകോൽ എന്നുള്ളത് അപ്രസക്തമാകുന്നതും യോഗി ആദിത്യനാഥിൻ്റെ അടിക്കടി പല്ലിന് പല്ല് കണ്ണിന് കണ്ണ്, നിങ്ങൾ ജിഹാദിസം കാണിച്ചാൽ കൃത്യമായിട്ടുള്ള വെടിയുണ്ട നിങ്ങളെ കാത്തിരിക്കുന്നു, നിങ്ങൾ പെൺകുട്ടികളെ ഉപദ്രവിച്ചാൽ അടുത്ത കവലയിൽ നിങ്ങളെ കാത്ത് യമധർമ്മൻ നിൽക്കും എന്നുള്ള ഒരു തത്വശാസ്ത്രവും എല്ലാം പ്രസക്തമാകുന്നതും പ്രായോഗികമാകുന്നതും. ഈ ഒരു വിവരം നിങ്ങളോടൊന്ന് പങ്കുവച്ചതിൻ്റെ ഒരു പ്രധാന കാരണം ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും കേരളത്തിലും ഇപ്പോഴുണ്ട്. ഈ മുക്താർ അൻസാരിയുടെ അത്രയും പ്രദർശനപരതയോടുകൂടി അല്ലെങ്കിൽ ആത്തിഖ് അഹമ്മദിൻ്റെ അഹങ്കാരത്തോടുകൂടി തെരുവിൽ പ്രവർത്തിക്കുന്ന അധോലോക സംഘങ്ങൾ കേരളത്തിലുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. അത് കൂടുതൽ നമ്മുടെ ഒരു ദൃശ്യപരിധിയിലേക്ക് വരാത്തതിൻ്റെ കാരണം മാധ്യമങ്ങൾ പലപ്പോഴും അവരെ ഒഴിവാക്കുന്നത് കൊണ്ടും ഇവർ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ അധികം അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാത്തതും കൊണ്ടാണ്. കാരണം അത്തരത്തിലുള്ളൊരു വ്യാപനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ സമീപകാലത്തായിട്ട് കൊച്ചിയിലും മറ്റും പരസ്യമായിട്ടുള്ള വെടിവെപ്പും കടകൾക്ക് നേരെ ഗുണ്ടാസംഘങ്ങൾ വെടിയുതിർക്കുന്നതും പലയിടങ്ങളിലായിട്ട് ആളുകൾ വെടിയേറ്റ് മരിക്കുന്നതുമായിട്ടുള്ള നിരവധി വാർത്തകൾ നമ്മുടെ സ്മൃതിമണ്ഡലങ്ങളിൽ ചിന്നിച്ചിതറിക്കിടപ്പുണ്ട്. അവയെല്ലാം ഒന്ന് ചേർത്ത് വായിച്ചു നോക്കൂ. കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ UPയുടെ ഒരു മുൻ കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് കേരളം പോകുന്നതിന് മുൻപ് യോഗി ആദിത്യനാഥിനെ പോലൊരാൾ കേരളത്തിൽ അധികാരത്തിൽ വരേണ്ടത് അത്യാവശ്യമാണോ അല്ലയോ എന്നുള്ളത് സംബന്ധിച്ചും കൂടി ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ വിഷയം ഇന്ന് കയ്യിലെടുത്തത്. ഇതേ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.